തേങ്ങ വേണം ശബ്ദം കേട്ടു എവിടെയാ ഇതിന്റെ കാറ്റു കാമിനിയു ചന്ദ. എടാ ഒരു കാര്യം പറഞ്ഞാ ഒന്ന് അനുസരിക്കും. എത്ര നാളായിട്ട് ഒരു കാര്യം ഞാൻ പറയുമോ? തമ്പിയെന്നെ ഇപ്പൊ അയാൾ പട്ടാളത്തിന് സാധനം കൊടുക്കുന്നില്ല, ചെല്ലുമ്പോ തന്നെ പെണ്ണുമുള്ള കല്ലെടുത്ത് എറിഞ്ഞു കുടിക്കുക. പട്ടാളത്തിലെ കാര്യമാണോ എൻ്റെ റൊണാൾഡോ പറഞ്ഞത്? എന്നത് എനിക്കൊരു 2 വീലർ വേണം. അത് ഞാൻ പറഞ്ഞല്ലേ. കാര്യം നാടകം കഴിഞ്ഞ് ഞാൻ തമ്മാനൂർ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് നാടകത്തിൽ കിട്ടുന്ന കാശ് മുതൽ ഞാൻ ഓട്ടോക്കൂലി കൊടുക്കുക. ഇതാകുമ്പോൾ അതിന് വണ്ടി ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് വെച്ചിട്ട് പരിപാടി കഴിഞ്ഞ് വന്ന് എനിക്ക് വീട്ടിൽ വരാമല്ലോ. തമ്പിയിടം പറഞ്ഞ് 10 രൂപയ്ക്ക് അതൊരു വണ്ടി നോക്കാൻ. ആ ബഡ്ജറ്റ് നോക്കിയ വണ്ടി എന്ന് പറഞ്ഞാൽ മൊത്തം ആക്രി സാധനം. നിങ്ങൾക്ക് അത്യാവശ്യം ഓടിച്ചോണ്ട് നടക്കണം. ഈ 10 രൂപ എന്ന് പറഞ്ഞാൽ 10,000 രൂപ അല്ലാതെ വെറും 10 അല്ല. അയ്യോ അത് പറഞ്ഞു തന്നാൽ മനസ്സിലായി കേട്ടോ. അല്ലെ ഞാൻ ഒരു പൊട്ടറായി പോയവരെ. 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വണ്ടി കിട്ടത്തില്ല. ഒരു കാര്യം ഞാൻ അതിൻ്റെ കൂടെ ഒരു 10,000 രൂപ മുടക്കി കഴിഞ്ഞാൽ കിടുക്കാച്ചി വണ്ടി കിട്ടും. അതാകുമ്പോൾ അത്യാവശ്യം കൊല്ലത്തെ ഒരു പരിപാടി വന്നാൽ നമുക്ക് പോയി വരാൻ പറ്റും. അപ്പോൾ 20,000 രൂപ. 20,000 രൂപ പെട്ടെന്ന് നോക്കട്ടെ. സുലുവിൻ്റെ എന്തെങ്കിലും പണയം വെക്കാം. ആണോ? നീ സംഘടിപ്പിച്ച് തരുമോ? എപ്പോഴത്തേക്കാ? നമുക്ക് ഇന്ന് വിട്ടേക്കാം. ഇന്ന് പറ്റത്തില്ലെന്ന് വീട്ടമ്മച്ചമ്പ് ഞാൻ വർക്ക്ഷോപ്പിലോട്ട് പോകുന്നപ്പോൾ പെട്ടെന്ന് തിരിച്ചങ്ങോട്ട് എല്ലാം പറഞ്ഞേക്കും. എന്തോ അത്യാവശ്യ കാര്യമുണ്ട്. നിങ്ങൾ പൈസ സെറ്റാക്കി വെക്കും. നിങ്ങൾക്ക് പരുവത് നിങ്ങൾക്ക് എന്തായാലും പൾസറും ബുള്ളറ്റും ഒന്നും പറ്റത്തില്ലല്ലോ. അത് പറ്റത്തില്ല. ബുള്ളറ്റ് ഞാൻ ഓടിക്കും. എനിക്ക് കൈ നിൽക്കുന്ന ചെറിയ വണ്ടി മതി. നമുക്കൊരു കാര്യം ഇത്തോട്ട് ആക്റ്റീവ് നോക്കാം. ആക്റ്റീവ് ലൂണയൊക്കെ ആക്റ്റീവ് നോക്കാം. ആക്റ്റീവ് കൊള്ളാം. അതാകുമ്പോൾ മേക്കപ്പ് സാധനങ്ങൾക്ക് അതിനകത്ത് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ 7 കൊടുത്ത് നല്ല കിടുക്കം വണ്ടി കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ട്. പൈസയുടെ കാര്യം സെറ്റാക്കിക്കോ. അച്ചമ്മ എന്നെ വിളിച്ച കാര്യം എന്താന്ന് അറിഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്യാം. നമ്മുടെ പൈസ കൊണ്ട് നമുക്ക് കാര്യം നടക്കും. അറിയാമല്ലോ നമ്മളെ ജീവിതമാർഗം വന്ന് ഞാൻ ഏറ്റു ഒരു 60 മേടിച്ചു തരാം. കാര്യം നടക്കട്ടെ ആദ്യം. 60? എന്താ 60? എന്തായാലും വേണ്ട. കമ്മീഷനാണ് ഉദ്ദേശിച്ചത്. എന്റെ പൊന്നെ ആദ്യം വണ്ടി മേടിച്ചാ ഞാൻ എന്തായാലും ചെയ്യാൻ. ഞാൻ കമ്മീഷൻ കിട്ടിയിട്ട് വേണം പിന്നെ ഈ പറഞ്ഞ 60 രൂപ ഒരു 30-60 രൂപ ചേർത്ത് റൊണാൾഡോ ചെയ്യില്ലേ. ഓക്കെ ഓക്കെ. വൈറ്റ് വിട്ടാൽ പറ്റും. വൈറ്റത്തേക്ക് വരത്തില്ലായിരിക്കും അല്ലേ? വൈറ്റ് കളർ വണ്ടി കിട്ടണമെങ്കിൽ അതിപ്പോൾ പറയാതിരിക്കും. നമ്മള് കളറൊന്നും ഇപ്പോൾ പിടിക്കാൻ പറ്റത്തില്ല. അല്ലേ 2 ദിവസം എനിക്ക് പണി നടത്തണം. ഓ തെറ്റ്. ഇത് ഞാൻ ഇപ്പോൾ കാര്യം വന്നിട്ട് ഇപ്പോൾ വിളിച്ചു പറയും. ഓക്കെ. എന്തായാലും ആ തേങ്ങ ഇത് എവിടെ പോയത്? റൊണാൾഡോ വരുവാ. വാ വാ വാ. വൈകി ഇപ്പൊ തന്നെ വൈകി. വാ തങ്ക ഇറങ്ങുന്നേ. കടലക്കറി ആവണ കഴിച്ചിട്ട് പോ. നിങ്ങൾ കഴിക്കണ്ടേ? ഇപ്പൊ കഴിക്കാനുള്ള സമയമൊന്നുമില്ല. ഇന്ന് വലിയൊരു പ്രക്ഷോഭം നേരിടാൻ പോവാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ആരവിടെ വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഭക്ഷണം കഴിക്കാതെ അവിടെ പോയിട്ട് പ്രക്ഷോഭം എന്നും പറഞ്ഞിരുന്ന തല ചുറ്റി വീണ ഒരാളും എടുക്കാനുണ്ടാവില്ല. എന്റെ മോളെ ഇത് അങ്ങനെ തല ചുറ്റി വീണ മുതലല്ല. തീയിൽ കുരുത്തതാണ്. ഇത് വെയിലത്ത് വാടില്ല കേട്ടാ. നൂറ്റുകണക്കിന് സമരങ്ങളും അടിച്ചമർത്തലുകളും നേരിട്ട ഒരു മഹാപ്രസ്ഥാനമാണ് DDT. കണ്ട തോക്കിൻകുഴലുകളിൽ നിന്ന് വരുന്ന വെടിയുണ്ടകളെയും പാരക്കാടിനെയും ജലപീരങ്കിയെയും പോലീസുകാർ ലാത്തിച്ചാർജിനെയും നെഞ്ചും വിരിച്ച് നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരു പറ്റ ചെറുപ്പക്കാരുടെ പ്രസ്ഥാനമാണ് വിളിച്ചല്ലോ. അത് ഞാൻ അറിയാതെ വിളിച്ചതാ. അറിയാതെ വിളിച്ചല്ല. ഉള്ളിന്റെ ഉള്ളിന്ന് വന്ന ആ പ്രസ്ഥാനത്തോട് നിനക്ക് ഇപ്പൊ കൂറുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമായി. എനിക്കൊരു വനിത ഇത് നമ്മൾ ഉടനെ തന്നെ നിന്നെ ചേർക്കണാണ്. അല്ല നീ ഇതെവിടെ പോവാ? പകലന്തിയോടെ രാമായണം വായിച്ചിട്ട് വൈകിട്ട് ദുഷ്യന്തന്റെ ആരാ സീതയെന്ന് ചോദിച്ച പോലെ ആയിപ്പോയല്ലോ. മച്ചമ്പി തേരി തെളിയിച്ച വഴിയെ ഞാനും രാഷ്ട്രീയത്തിലേക്ക് എത്ര നാളായി പ്രവർത്തനങ്ങൾക്ക് പോന്നു. ഇന്നത്തെ പ്രക്ഷോഭത്തിന് മുൻകൈ ഞാൻ എടുക്കും. അൻസാറേ അതല്ല അൻസാറേ, ഞാൻ നിന്നോട് രാവിലെ കാര്യങ്ങൾ പറഞ്ഞല്ലേ. പിന്നെന്തിനാ അത്? ഞാൻ റൊണാൾഡും കൂടെ അങ്ങോട്ട് പോകും. അവിടെ വരുന്നു, നമ്മൾ കാണുന്നു, ബാക്കി സംസാരിക്കുന്നു, ബാക്കി എല്ലാം പ്ലാൻ ചെയ്ത പോലെ. എടാ ഞാൻ പറയണ കേട്ടാ മതി. നീ ഫോൺ വെക്ക്. എല്ലാം ഇത് തന്നെ. എല്ലാം വെളുക്കോളം. മറ്റേ നീ ഇപ്പൊ പറഞ്ഞു ഞാൻ പറയണ കേക്ക്. ഞാൻ പിന്നെയും പറയാണ്, ഹോട്ടലിൽ കൊണ്ടുവന്ന് വെറുതെ പൈസ കളയേണ്ട, കഴിച്ചിട്ട് പോകും. തങ്കം പോണ പരിപാടി വിജയിച്ചു കഴിഞ്ഞിട്ട് സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു സുഖവും സന്തോഷം അതൊന്നും വേറെ. എന്നാ നീ കഴിച്ചിട്ട് പോടാ. അല്ല എനിക്ക് ഉലാവത്ത് ഹോട്ടലിൽ നിന്ന് ബിരിയാണി മേടിച്ചു പിന്നല്ലാതെ. ഇവിടെയും ബിരിയാണിയാ. ഇവിടെ രാവിലെ ബിരിയാണി അല്ലേ? ഞാൻ വരണമെന്നുണ്ടോ സമരത്തിൽ? എങ്ങനെ ഇരിക്കണ്? ഇതാണ് നിങ്ങളുടെ പാർട്ടിക്കാരുടെ ചങ്കുറ്റവും ചോരെ. എടാ ഇന്നേ പറ, നീ ഏതെങ്കിലും പങ്കെടുത്ത ഒരു പരിപാടിക്ക് ആഹാരം മേടിച്ച് തരാതിരുന്നിട്ടുണ്ടോ? ഉണ്ടോ? ഏതിനാ മേടിച്ച് തന്നിട്ടുള്ളത്? നീ ഏതിനാ വന്നിട്ടുള്ളത് മുഴുമിച്ചിട്ടില്ലല്ലോ. നീ പകുതിക്ക് വേണം ആരെങ്കിലും എന്തെങ്കിലും തിന്നണാണുമ്പോ അവിടെ അതുവഴി അങ്ങ് പോകും. നാണക്കേടാണ് കേട്ടാ. സമയം അടുക്കളയിലൊന്നുമില്ല, പോക്കറ്റിലൊന്നുമില്ല. അപ്പൊ പിന്നെ എന്തെടുത്തിട്ട് വെക്കും? അല്ല അതല്ലല്ലോ, നീ പൈസ എടുക്ക്. എന്തിന്? പോണ്ടേ? ആർക്ക്
ഞങ്ങൾക്ക് അങ്ങോട്ട് പോണ്ടേ അവിടെ വരെ. അതിന് ഓട്ടോയ്ക്ക് 2 ആൾ പോണ്ടേ. എന്റെ കയ്യില് പൈസ ഒന്നുമില്ല. നിന്റെ എന്റെ കയ്യില് പൈസ ഇല്ല. തിരിച്ചു തരും. വേണ്ട, വൈകിട്ട് പൈസ വരും. വരുമ്പോ തിരിച്ചു തരും. എനിക്ക് തരൂല്ല ക്ലീറ്റോ. തങ്കം, ഞാനല്ലേ പറയണേ, ഞങ്ങൾ പോണ പരിപാടി സക്സസ് ആയി കഴിഞ്ഞാൽ വണ്ടിക്കാശിന് എന്തേലും താ. ഒരു 10, 50, 100 എന്തേലും താ. 100 മതി. ആ മതി. ബാക്കി അവിടെ പോയിട്ട് അവിടെ പൈസ വരും. ഇല്ല. എന്റെ കർത്താവ് എപ്പോഴും ഇങ്ങനെയാണ്. ഇതിപ്പോ കടബാധ്യത കൂട്ടാനായിട്ട് എനിക്ക് 100 ആവശ്യമുള്ളൂ. ഇതിപ്പോ 200. നിന്റെ എപ്പോഴും ഒരു ആവശ്യത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ നീ 500 അല്ലെങ്കിൽ 1000, 2000 ഇതേ കാണുള്ളൂ. അല്ലെ നിങ്ങൾക്ക് ഒരു ചില്ലറ മാറി വെക്കണ്ടേ? നിന്റെ കൊണ്ടാടാ 100 എടുക്കാൻ? ഇല്ല, ചെറിയ ചെറിയ എന്തെങ്കിലും ആ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. ഇരിക്കട്ടെ, 220 ചെറുതും ഇരിക്കട്ടെ. പോണ വഴിക്ക് എന്തായാലും ഓർമ്മയുണ്ട്. 200 തിരിച്ചു വരുമ്പോൾ നിനക്ക് എല്ലാം ആണോ? സമയം പോയി. അയ്യോ, ഫോൺ തിരിച്ച് യാത്രയാക്ക് കേട്ടാ. കൃമി ശല്യം ഇപ്പോഴും ഉണ്ടാടേ? അല്ല, ഈ ചെടിയിലെ പുഴുവിന്റെ ശല്യം ഇപ്പോഴും ഉണ്ടാകും. സുഖ ജീവിതമല്ലേ ഇങ്ങനെ പുഴുവും കുത്തി കൃമിയും കുത്തി ഇങ്ങനെ സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കാം, കൃത്യമായിട്ട് അങ്ങ് പോവുക, ജോലിക്ക് പോണ്ട അല്ലേ? എവിടെ പോണോ? ഒരുങ്ങി കിട്ടി. ഡേയ്, ഒരു അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ് ഞാൻ. DDT എന്ന് പറഞ്ഞ ഒരു മഹാപ്രസ്ഥാനം കേട്ടിട്ടില്ലായിരിക്കും. ഇല്ല. ആ, നീ ആക്കൂലല്ലോ. അപ്പൊ അതിന് ഇറങ്ങി ചെല്ലുമ്പോ സമൂഹത്തിൽ ഇറങ്ങി ഇത്തിരി വൃത്തിയും മെനയൊക്കെ വേണം കേട്ടോ. ഞാൻ അതിന്റെ നേതാവാണ്. നിനക്കൊന്നും, നീ വെറും കോൺസ്റ്റബിൾ അല്ലേ, നിനക്കത് മനസ്സിലാവില്ല. നീ ഒരു SI ആവുമ്പോഴേ, ഒരു പോലീസ് സ്റ്റേഷനിൽ നയിക്കുന്ന ഒരാളാവുമ്പോഴേ അത് മനസ്സിലാവും. അപ്പോഴേ നീ അതിന്റെ ഗമയൊക്കെ അത് നടക്കുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ കൂടുതൽ സംസാരിക്കാൻ സമയമല്ല. അത്യാവശ്യമായ ഒരു പറയണ്ടല്ലോ, ഞെട്ടിക്കുന്ന സംഭവത്തിന് ഞെട്ടും. നീയൊക്കെ പുറത്തിറങ്ങുമ്പോഴേ വീട്ടുകാർ ഞെട്ടിയിരിക്കുക. നീ പണിയെടുക്കാതെ ശമ്പളം വാങ്ങിച്ച് ഞങ്ങളെ ഞെട്ടിച്ചോണ്ടിരിക്കല്ലേ. എന്റെ ഒടേ തമ്പുരാൻ ഇത് പോയില്ലേ അപ്പോ? എവിടെ പോണത്? എവിടെ പോണ? ആ, എന്നോട് വല്ലതും പറയോ? ആരെയൊക്കെ രാവിലെ ഫോൺ ചെയ്യണ്ട, എന്തോ ഭയങ്കര അത്യാവശ്യമാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. നിന്റെ കെട്ടിയനല്ലേടി ഇതൊക്കെ? എവിടെ പോണ്, എന്താണ് പരിപാടി എന്നൊക്കെ അന്വേഷിക്കണ്ടേ? അന്വേഷിച്ചാ പറയണ്ടേ? എനിക്ക് വായിക്കറിന്ന് തോണ്ടി എടുക്കാൻ പറ്റുമോ? കാര്യമൊന്നുമില്ല, വാലന്തലയിലത്തെ കേസായിരിക്കും. ഇതെന്തോ അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ റൊണാൾഡിനെയും കൂടി കൊണ്ടുപോകില്ല. എന്ത് നിനക്ക് മാത്രം അത്യാവശ്യമുള്ളോ? പോലീസുകാർക്ക് മാത്രമേ അത്യാവശ്യം ഉണ്ടാവുള്ളൂ? രാഷ്ട്രീയക്കാർക്ക് അത്യാവശ്യമില്ലേ? രാഷ്ട്രീയക്കാർക്ക് അത്യാവശ്യം ഉണ്ടാവും, പക്ഷെ ഇവനെന്താ അത്യാവശ്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. വെറുതെ ഇരിക്കണ എനിക്കുണ്ടല്ലോ അത്യാവശ്യങ്ങള്. നിനക്കുണ്ട് അത്യാവശ്യം, പക്ഷെ അവന് ഇതുവരെ അത്യാവശ്യം ഇല്ലെന്നുള്ളതാണ്. ഏട്ടാ, ഓ വാ ഒന്ന്. അയ്യോ, നീ എവിടെ പോയിരുന്നടാ കാപ്പി കുടിക്കാതെ? ഞാൻ ഒന്ന് പുറത്തൊക്കെ നിൽക്കുകയായിരുന്നു. എത്ര നേരം അറിയോ കാപ്പി എടുത്ത് വെച്ചിട്ട്? അപ്പാണ് നിന്റെ ഉടപ്പുറന്നവരുടെ കൂടെ പോണത്. ആരാ? അച്ചാച്ചനാ? ഓ, അച്ചാച്ചനും. ഓ, രണ്ടുപേരും ഉണ്ട്. എവിടെ പോണു? എവിടെ പോണു വെച്ചിട്ട് പറയണ്ടേ? അതിന്റെ അമ്മ ഞാൻ ചോദിച്ചു എവിടെ പോണെന്ന്. എന്തോ മലമറിക്കാൻ പോണെന്ന് പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞ് കേരളം ഞെട്ടു എന്ന് പറഞ്ഞു തിരിച്ചു വരുമ്പോഴത്തേക്ക്. പാർട്ടി ഓഫീസിൽ പോണായിരിക്കും. എന്തെങ്കിലും പരിപാടി കാണും. അത് തന്നെ. ഏട്ടാ, ഏട്ടന് നേരത്തെ വരുവാ? പറയാൻ പറ്റില്ലടി. വെച്ചാലേ ഇത് എപ്പോ എത്ര നേരം നിൽക്കും? 2 ദിവസമായിട്ടൊന്ന് വീട്ടിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം വരുന്നു. ആണോ? വന്നു നേരത്തെ വന്നിട്ട് എന്നെ ഒന്ന് കൊണ്ടുപോകും. നീ ഒറ്റയ്ക്ക് പോ. ഇത് തന്നെയല്ലേ ഏട്ടാ സ്ഥിരം പറയുന്നത്, ഒറ്റയ്ക്ക് പോകുന്നു. സസ്പെൻഷൻ ആയിട്ടിരുന്നു ഇവിടെ മാസങ്ങളോളം. അപ്പോൾ വിളിക്കുമ്പോഴും പറയും നീ ഒറ്റയ്ക്ക് പോകുന്നു. അതെന്താടി കാരണം? അത് ചിന്തിക്കാത്ത എന്താ? എങ്ങാനും പുറത്തിറങ്ങി അപ്പൊ ചോദിക്കും എങ്ങനെ സസ്പെൻഷനായി, തിരിച്ചു കയറുവോ? അത് കയറൂലേ? ശരിയാടി, പിന്നെ അതിനെല്ലാത്തിനും അവൻ കാരണം പറയാൻ നിൽക്കണം. ഇപ്പൊ സസ്പെൻഷൻ മാറിയില്ലേ, ഇനി ആ ചോദ്യം ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. ഇപ്പൊ വന്നൂടെ എന്റെ കൂടെ? ഇനിയിപ്പം നിനക്ക് പോകാനല്ലോ, വല്ലപ്പോഴൊക്കെ നീയും കൂടെ അവിടെ പോണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും ഏട്ടാ അപ്പൊ ഒടുക്കത്തെ തിരക്ക് വരും. അതല്ല, ഇന്നെന്തായാലും വല്ല അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ കൂടെ വരാം. അപ്പൊ അതെ, ഇനിയിപ്പം നിങ്ങളെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യേ. കഴിച്ചിരുന്നാ ഇതെന്തോ ഒരെണ്ണം പോലും കഴിച്ചില്ലല്ലോ. മതി മക്കളെ, കൊള്ളാം, നല്ല. നീ കഴിക്കേ. ഹലോ, എന്ത്? ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഇപ്പൊ ഒറ്റയ്ക്ക് പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാന്നേ. അമ്മാവനും പറഞ്ഞു അമ്മാവൻ്റെ വീട്ടിൽ എപ്പോഴും വരാത്തെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും പ്ലാൻ ചെയ്തിട്ട്
ഒന്നീ നമുക്ക് രണ്ടുപേർക്കും കൂടി അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ നിന്റെ വീട്ടിലും പോയി അമ്മാവന്റെ വീട്ടിലും പോയി 2 ദിവസം താമസിച്ചിട്ട് തിരിച്ചു വരാം. ഓ അയ്യോ ശരിയടി. ആ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകണം. ഇനി വേറൊരു ദിവസം എന്റെ വീട്ടിൽ പോകുന്ന കൂട്ടത്തിൽ അമ്മാവന്റെ വീട്ടിൽ കൂടെ പോകും. അപ്പൊ ഒരു വെടിക്ക് 2 പക്ഷി. അയ്യോ അമ്മാ കനക നീ പോയിട്ട് എപ്പോ വരും? ഡ്യൂട്ടി ചെയ്യുമ്പോൾ വരും അമ്മ. പിന്നെ പോയിട്ട് വരുമ്പോഴേ എനിക്കൊരു ഇത്തിരി തൈലം വാങ്ങിച്ചോണ്ട് എന്റെ വാദം പിന്നെയും തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. വല്ലാത്ത ഒരു വേദന കാലിനൊക്കെ. ഒരു തൈലം കൊണ്ടുവന്നാലേ ഒരു ഇത്തിരി തൈലം തേച്ച് വെള്ളം തിളപ്പിച്ചൊരു ഒന്ന് മുക്കി വെച്ചാൽ ഇത്തിരി ആശ്വാസം കിട്ടും എനിക്ക്. തൈലം മാത്രം തേച്ചപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ട് ആശുപത്രി കൊണ്ട് കാണിക്കണ്ടേ നമ്മള്? അതെങ്ങനെയാന്ന് പറ, ചൂടായാലും തണുപ്പായാലും അമ്മ പച്ചവെള്ളത്തിലേ കുളിക്കത്തുള്ളൂ. എന്താടി കാലുവേദനയെന്ന് ആർക്കമ്മയ്ക്കാ? ആ പച്ചവെള്ളത്തിലേ കുളിക്കുള്ളൂ. അത് ഇനി പച്ചവെള്ളത്തിൽ കുളിച്ച് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കുമ്പോ അമ്മയ്ക്ക് മതിയാവും. എത്ര പറഞ്ഞാലും ചൂടാക്കി തരാന്ന് പറഞ്ഞാൽ പറയും വേണ്ടാന്ന് പറയും. നീ എന്തിനാന്നേ പറയാൻ നിക്കണത്? അറിയാത്ത പിള്ള ചൊറിയും പറയും. തങ്കം നീ നിന്റെ വായി വെച്ചോണ്ട് വെറുതെ ഇരിക്കണേ. എനിക്ക് തൈലവും വേണ്ട ഒരു കുന്തവും വേണ്ട. നീ നിന്റെ പോട്ടിന് പോ. അമ്മ കൊട്ടഞ്ഞുക്കാതെ എന്തായാലും മേടിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വേണം. ഏട്ടൻ തല്ലു പിടിക്കാൻ പോകും. ഇരിക്കട്ടെ. അൻസാർക്ക് ഇങ്ങോട്ട് വരുന്നു. ക്ലീറ്റോ ഒക്കെ പോയില്ലേ? ഇതെന്താ ഇങ്ങോട്ട് പോകുന്ന അൻസാർക്ക? ഞാൻ ഇങ്ങോട്ട് വന്ന ക്ലീറ്റോ ഇല്ലേ? ക്ലീറ്റോ രാവിലെ ഇറങ്ങിയല്ലോ. അൻസാർക്കാനോട് ഫോണിൽ വർത്തമാനം പറയണ കേട്ടില്ല ഞാൻ. അവിടെ എങ്ങും വന്നില്ല. ഫോൺ ചെയ്തൊക്കെ ശരിയാ, അവിടെ നിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇത് ഇത്ര നേരം തിരക്കി നിന്നിട്ട് വരുമല്ലേ, ഞാൻ കരുതി ഇവിടെ കാണും, വന്ന് ഇറങ്ങി കാണൂല്ലോ എന്ന് കരുതി. അപ്പഴേ ഇറങ്ങി തന്നെ. റൊണാൾഡോ ചേച്ചനും ഇല്ലേ കൂടെ? ആണോ? എന്താണെന്ന് നിങ്ങൾക്ക് അത്യാവശ്യം എന്താണെന്ന് പറഞ്ഞു? നല്ല പരിപാടികളാന്ന്. ആണോ? പിന്നെ അളിയാ ഇത് എന്ത് പണിയാളിയാ കാണിക്കുന്നത്? അളിയ എവിടെ നിൽക്കുന്നത്? ഞാനാ ഇവിടെ വീട്ടിൽ നിൽക്കുന്നു. ആ ഓ ശരി, അവിടെ നിൽക്കുക. ഞാൻ താ വരുന്നു കേട്ടോ, അത്യാവശ്യ കാര്യമുണ്ടേ. ഓട്ട് വരാം കേട്ടോ. എന്താ ദൈവമേ, എല്ലാവർക്കും അത്യാവശ്യം. അയ്യോ സാറ് വരുന്നോ? ഒരു ഞാൻ വേറെ റൂട്ടാ. ഓ ശരി അപ്പം. അവർ രണ്ടും കൂടെ എങ്ങോട്ട് പോയി? എനിക്കറിയാൻ പാടില്ല. അതല്ലേ രാവിലെ മുതൽ ഏട്ടൻ ചോദിച്ചിട്ടും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ആരും പറയാം രഹസ്യ കച്ചവടം എന്താണ്? ഞാൻ മരുന്ന് പിടിച്ചോണ്ടിരാമ. അൻസാർക്ക് കൂടെ പോയിരുന്നെങ്കിൽ അവിടെ ഇറങ്ങാറുന്നല്ലോ. അയ്യോ വേണ്ട. ആൾക്കാരോട് അവൻ കയറൂല. ചേച്ചി ചേച്ചി ആ തോമാസിന്റെ ഇറച്ചിക്കടയിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയല്ലേ? നിന്നോട് ആര് പറഞ്ഞു? സുലി ചേച്ചി പറഞ്ഞു. അവരിനി ലോകം മുഴുവനും പറഞ്ഞോണ്ട് നടക്കുമല്ലോ. എങ്ങനെ പറയാതിരിക്കും? ചേച്ചി അത്ര കൊച്ചത്തിലല്ലേ അവിടെ കിടന്ന് കാറിയത്? അത്ര കൊച്ചത്തിലൊന്നുമല്ല, കാര്യം പോയി ചോദിച്ചു, അത്രയേ ഉള്ളൂ. എന്തായിരുന്നു കാര്യം? എടി 1 കിലോ ഇറച്ചിയെ മേടിക്കണം 10-450 രൂപ കൊടുത്ത് മേടിക്കണതാ. നോക്കുമ്പോഴത്തേനും അതിനകത്ത് ഉള്ള കണ്ട ചവും നെയ്യും കൊറേ എല്ലും ഒക്കെ വെട്ടിയിടുന്നു. എല്ലുള്ള ഇറച്ചി വേറെ സെപ്പറേറ്റ് അല്ലേ അവര് വിൽക്കുന്നത്. ചേച്ചിക്കപ്പൊ പറയായിരുന്നില്ല എനിക്ക് ഇതൊന്നും വേണ്ടാന്ന് പറയണം? പറഞ്ഞതേ ഉള്ളൂ, അത്രേ പറഞ്ഞോളൂ. അവിടെ നിന്ന് ആൾക്കാരെ പറഞ്ഞ ഞാൻ ബഹളം ഉണ്ടാക്കിന്. ഞാൻ ബഹളം ഉണ്ടാക്കൂലെന്ന് നിനക്കറിയാലോ. പിന്നെ കുഴപ്പമില്ല. ഞാൻ കവറിന ഇറച്ചി അവിടെ കൊട്ടിയിട്ട് എന്നിട്ടും വെട്ടിയിട്ടേണത് മോശ. കൊറേ എല്ലുണ്ട് അതിനകത്ത്. ഇപ്പൊ എന്താ ബീഫ് വാങ്ങിച്ചത്? ക്ലീറ്റോന് വേണ്ടി അടി പാവം. എന്തേ? ചില നേരം എനിക്ക് അതിനെ ഓർക്കുമ്പോ പാവം തോന്നി. എന്തോ അങ്ങോട്ട് ഇറങ്ങി പോയപ്പോഴത്തേനും ഒരു വിഷമം. ഈ പ്രക്ഷോഭത്തിനും നാടിക്കും തല്ലിനൊക്കെ പോണതല്ലേ. അപ്പൊ ഈ സമരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് എന്നാണെങ്കിൽ കറി വേറെ ഒന്നും ഇല്ല. എന്താനും ഒരു കറി ആയില്ല ഇതുവരെ. എവിടെന്ന് ഇതേ പറ്റിച്ചു വെച്ചോളൂ. കൈയൊന്നും ഒഴിയണ്ടേ. ഇനിയിപ്പോ ഒന്ന് താളിച്ചിടണം, കറിയാക്കണം. ഇപ്പൊ വേവിച്ച് വന്നപ്പോ ആ മൂട്ടിലൊരു ഇച്ചിരിക്കോളം ഉണ്ട് കറി. കിഴങ്ങോടൊപ്പുണ്ടല്ലോ, 5-6 കിഴങ്ങ് കൂടെ എടുത്ത് അരിഞ്ഞിടും. ഇനിയിപ്പൊ കിഴങ്ങും കൂടി ഇട്ട് വെച്ചാൽ ചാറ് പോലെ അങ്ങ് വെക്കാം. ഒരു തേങ്ങയും പാല് പിഴിയാം. അത് മതി. എടി വേറെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വന്ന് ഉണ്ണാട്ടോ. ഇവിടെ വന്ന് ഉണ്ണാം. ഇച്ചിരിക്കോളം ബീഫുണ്ട്, 5-6 കിഴങ്ങ് അരിഞ്ഞിടുന്നുണ്ട്. കിഴങ്ങ് വെച്ച് ഗ്യാസ് കറി ചാവാനാ? എല്ലാവർക്കും കഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല പറഞ്ഞത്. ചേച്ചി ഇങ്ങനെ പ്രക്ഷോഭത്തിനൊക്കെ പോയിട്ട് വരുമ്പോഴില്ലേ ഈ വേത് വെള്ളം തിളപ്പിച്ചിടുന്ന നല്ലതാ. അത് ഗർഭിണികൾക്കല്ലേ ഡി? ചേച്ചി ഇടി കൊണ്ടുവരുന്ന എല്ലാവർക്കും നല്ലതാ. അല്ലേ ഈ പുറത്തോട്ടല്ലേ പോണത്, എപ്പോഴാ വഴക്കുണ്ടാകുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു. ഇടികൊള്ളണതേ വേറെ ആള്. ക്ലീറ്റോനെ തൊടാൻ വിറയ്ക്കുമല്ലോ. രുചി കാരണം വാരി തിന്നപ്പോ അറിഞ്ഞില്ല. വാരി അങ്ങ് തിന്നു. ഇതോ ഒരു വിമിഷ്ടം എന്ന് പറ പോലും. ദൈവമേ, രുചി കാരണം തിന്നപ്പോ ഞാൻ അറിഞ്ഞില്ല. വാരി തിന്നു. അതൊരു വിമിഷ്ടം. അവളെന്തേ ഉറങ്ങിയാ?
എന്തേ ഉറങ്ങുവാ? വാ. ഞാൻ നീ ഉറങ്ങിന്ന്. ഞാൻ പാത്രമൊക്കെ ഒതുക്കി വെക്കുമായിരുന്നു. എന്നിട്ടൊന്ന് ഉറങ്ങണം, ഭയങ്കര ക്ഷീണം. എനിക്ക് അതെ ചിലം കിടക്കാന്ന് വിചാരിച്ചായിരുന്നു. അല്ലടി രുചി കാരണം തിന്നപ്പോ അറിഞ്ഞില്ല. വയറ് എനിക്ക് വയറ് നിറഞ്ഞിട്ട് പാടില്ല. ഈ പോയ ജന്തുക്കളെ ഒന്നിനെയും കാണില്ലല്ലോ ദൈവം. എത്ര നേരം ഫോൺ ചെയ്യുന്നത്? ഏട്ടനും വന്നിട്ടില്ല. എന്നാ ആ ഫോൺ എടുത്തിട്ട് വരുമോ ഇല്ലയോ എന്നെങ്കിലും ഒന്ന് വിളിച്ചു പറയാൻ പാടില്ലേ? ഉച്ചക്ക് ചോറും വേണ്ട, ചായയും വേണ്ട, ഇങ്ങനെ നടന്നാ മതി അഴിഞ്ഞാടി. എന്ത് കഴിക്കണ്? ഈ കടയിൽ നിന്ന് തിന്ന് നിന്ന് 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 അവസാനം എന്തെങ്കിലും അസുഖം വരും. നോക്കിക്കോ. നമുക്ക് ശരിയാക്കാം. മണക്കാട് സ്കൂളാ. വീട്ടിലിങ്ങനെ ആൾക്കാർ നോക്കിയിരിക്കുന്നുള്ള വല്ല വിചാരം അത് ആർക്കാ ഉള്ളത്? ആർക്കും ഇല്ല. വിളിക്കാം. ഇതിലൊക്കെ സ്കൂളിൽ പോയോ നിങ്ങള്? സ്കൂളില് ഒരു കുട്ടിയുടെ സ്കൂൾ അഡ്മിഷന്റെ അത് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി. ഈ ഫോൺ എന്തിനു കൊണ്ടു നടക്കുന്ന വീറ്റോ നിങ്ങളെ? എത്ര പ്രാവശ്യം വിളിച്ച് കഴിക്കാൻ വരുമോന്ന് അറിയാനാണ് ഈ വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ ഇടയിൽ നിൽക്കുക, ഒരു ഒത്തുതീർപ്പിന് പോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ല. ഒരു പൊതുപ്രവർത്തകനാണല്ലോ ഞാൻ. എന്ത് പ്രക്ഷോഭം ഇതെന്റെ അത് തീർന്നോ? അതൊരു സ്ത്രീ വിഷയം ഒരു കണക്കിനൊക്കെ അയ്യേ, സ്ത്രീ വിഷയ. വീട്ടുവെച്ചേട്ടൻ ഒരു വിലയുള്ള കേട്ടോ, ഇതിലൊന്നും പോയി തല വെക്കല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതെ റൊണാൾഡിനെ കൊണ്ട് അത് സോൾവ് ആക്കി. പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് വേറെ സ്ഥലത്തോട്ട് പോകണം, അവനും വേറെ എന്താ പരിപാടി പറഞ്ഞു വരാന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ കുറച്ച് ഇതായിപ്പോയി തിരക്ക്. ഞാൻ എന്നിട്ട് ഈ മാതിരിയിലെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഈ മനുഷ്യൻ ചോറിനുണ്ടാവും പറഞ്ഞിട്ട് ഞങ്ങള് കഴിച്ചു. നിങ്ങള് ബാക്കി വെച്ചിട്ടുണ്ടോ? രുചി നോക്കാനെങ്കിലും ഇച്ചിരി വെച്ചിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട്. ബീഫ് വാ എന്നാ കഴിക്കാൻ വാ. ഇതേ വരുന്നു. അണങ്ങി വാടാ. ഇതെന്താ ചുണ്ടി ചുണ്ടി വന്ന അങ്ങനെ ഉണ്ടല്ലോ, ഞൊണ്ടി വരുന്നത്. അതെന്താ പ്രശ്നം? DDT പാർട്ടി നേടിയിട്ടുണ്ടോ? കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു പാർട്ടി. അതിന്റെ സമുന്നതനായ നേതാവ് എന്ന് പറയുമ്പോൾ ഈ പീറ പോലീസ് പോലല്ല, ഒരു SI ലെവലിൽ നിൽക്കും. ഇത് രാവിലെ എവിടെ പോയെന്ന് വെച്ചപ്പോൾ നീ എന്താ പറഞ്ഞു? നിനക്ക് അറിഞ്ഞോടെന്ന് പറഞ്ഞു. ഞാനപ്പോഴേ പറഞ്ഞു ബാല്യം നിലനിൽക്കുന്ന കേസായിരിക്കുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾക്കിടയിലൊരു പ്രശ്നം. പിന്നെ പറക്കം പറ്റാത്ത കൊച്ചുങ്ങളുടെ പ്രണയത്തിന് കുറവടിക്കാൻ പോയാവേ. ഇതാണ് എൻ്റെ പ്രക്ഷോഭം. അതാണ് സ്ത്രീ വിഷയം. സമൂഹത്തിൽ ഈ കുട്ടി എന്ന് പറയുന്നത് നാളത്തെ സ്ത്രീയാണ്, അമ്മയാണ്, കുഞ്ഞമ്മയാണ്, പെങ്ങളാണ്, അങ്ങനെയൊക്കെ ആണല്ലോ. ഇപ്പോഴേ നമ്മൾ അവരെ സോൾവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് ഇവനെന്ത് പറ്റി? ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു പാർട്ടി അനുഭവമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ കേസിനത് ബന്ധപ്പെട്ടത്. സ്കൂളിൽ ചെന്ന് ഗേറ്റ് കിടന്ന് എന്നെ കയറ്റം കിട്ടും. അവസാനം ഒരുത്ത് ഇടിക്കുന്നൊരു കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു. ഇത് ചോദ്യം ചെയ്യൊരു ഗുണ്ട വരുമെന്ന്. അതായത് ഞാൻ എന്നെ വലിയടാക്കി 3 ഡിവിഷനിലൂടെ 60 പിള്ളേർ വെച്ച് 180 പിള്ളേരാണ് ഈ ശരീരത്ത് കളി പിടിച്ചത്. സർക്കാർ വഴി ആഹാരം കൊടുക്കുന്നല്ല, അടിപൊളിയായിട്ടാണ് ഇടിച്ചു. ക്ലീറ്റോന്റെ പേര് പറയായിരുന്നില്ലേ നിനക്ക്? തുറക്കാൻ സമ്മതിക്കുന്നില്ല, പിന്നല്ലേ പേര് പറഞ്ഞു. വീട്ടുവെച്ചേട്ടൊന്നും കിട്ടിയില്ല. എന്നിട്ട് എന്നെ ഗേറ്റ് നടത്തി വിട്ടിട്ട് ഓടിയില്ലേ ഈ മനുഷ്യൻ? അതല്ലേ പോലീസുകാരെ ഇടപെട്ടിട്ടുണ്ടെങ്കിലേ ഈ പരുവത്തിൽ വരില്ലായിരുന്നു ഇവിടെ. നന്ദിയുണ്ട്. ദൈവമേ, ഇനി ബീഫും കൂട്ടി എങ്ങനെ ചോറ് തിന്നും? ബീഫ് പച്ചവെള്ളം മാത്രമേ അറിയൂ. ചെള്ള അടി കൊണ്ട് പൊട്ടി ചെലന്തി വില പോലെ. ഇനി ഇമാതിരി ഏർപ്പാടുണ്ടെ പറഞ്ഞാൽ മതി, കൊണ്ടുവിടാം. Audience